ലോക് ഭവന് മുന്നിൽ KPCC കഴിഞ്ഞ ദിവസം ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അതായത് തൊഴിലുറപ്പ് പദ്ധതി. അതായത് അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗാന്ധിജിയുടെ പേരെടുത്ത് കളഞ്ഞ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു ആ ബില്ല്. അപ്പൊ അത് പുനഃസ്ഥാപിക്കും വരെ, അതായത് തൊഴിലുറപ്പ് പദ്ധതി പഴയതുപോലെ പുനഃസ്ഥാപിക്കുന്നത് വരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു അതിലെ KPCCയുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അപ്പം ചെറിയൊരു വിരോധാഭാസം ഉണ്ട് ഇവിടെ. അതായത് ഇത് അന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പം അവിടെ ഈ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ, അതായത് അങ്ങ് മുകളിലിരിക്കുന്ന ഹൈക്കമാൻഡിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഒന്നും ആളില്ലായിരുന്നു, ഒരാള് സ്ഥലത്തേ ഇല്ല. രാഹുൽ ഗാന്ധി അന്ന് ആ സ്ഥലത്തേ ഇല്ലായിരുന്നു, ആബ്സെന്റ് ആയിരുന്നു അന്ന്. അന്നൊന്നും ആർക്കും ഒന്നും പ്രതികരിക്കാനും ഒരാവശ്യങ്ങളും നേടിയെടുക്കാനും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രഹസനം നടത്തുന്നത്? ഇത് ഇപ്പൊ എന്തുകൊണ്ട് ലോക് ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്ഭവന്റെ പുതിയ പേരാണല്ലോ ലോക് ഭവൻ. അപ്പൊ അവിടെ ഗവർണർ മാത്രമാണ് അവിടെ ആകെ ഉള്ളത്. അപ്പൊ ആ ഗവർണറുടെ മുന്നിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുക, രാപ്പകൽ സമരമായിരുന്നു അവർ നടത്തിയത്. അപ്പോൾ അതിനകത്തുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയ എല്ലാവരും അതിനകത്ത് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അതിനകത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ലോക് ഭവന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അതിൽ പങ്കെടുത്ത KC വേണുഗോപാൽ ആരാണ്? നമുക്ക് സ്വാഭാവികമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു ചോദ്യമാണ്, ആരാണ് KC വേണുഗോപാൽ? കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഹൈക്കമാൻഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന ജനറൽ സെക്രട്ടറിയാണ്. AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അത് മാത്രമാണോ KC വേണുഗോപാലിന്റെ പ്രസക്തി? അല്ല. KC വേണുഗോപാൽ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ആലപ്പുഴക്കാർ പറഞ്ഞു വിട്ടിരിക്കുന്ന ലോക്സഭാംഗം കൂടിയാണ്. അപ്പൊ ഈ രണ്ട് പ്രസക്തി ഉള്ള ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് PR വർക്ക് നടത്തുന്നതിനകത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതായത് തൊഴിലുറപ്പ് സ്ത്രീകളോടൊപ്പം, തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം മാറിയിരുന്നുകൊണ്ട് കപ്പ കഴിക്കുക, അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും, അവരുടെ വേതനം ലഭിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കും എന്നതടക്കമുള്ള വെറും വാചകമടി മാത്രമായി അത് ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴെന്തുകൊണ്ട് ലോക് ഭവന് മുന്നിൽ നടത്തുന്നു? ലോക് ഭവൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്താനുള്ള കാരണം എന്താണ്? അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന UDFന് നേട്ടമുണ്ടാക്കണം, പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. രാഷ്ട്രീയമായി ഒരു നേട്ടമുണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പരിപാടി. അതായത് കേരളത്തിൽ ഒരു എന്തെങ്കിലും കേരളത്തിൽ ചലനം ഉണ്ടാക്കണം. കാരണം കേരളത്തിലുള്ള ജനങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങളെന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. അന്ന് ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും, CPM അത് ചെയ്യുന്നില്ലല്ലോ എന്ന് ഒരു സാധനം ഇവിടെ വരുത്തി തീർക്കുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പോ UDF ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടി മാത്രമുള്ള ഒരു തന്ത്രം ആണ് ഈ നടന്ന ലോക് ഭവന് മുന്നിൽ നടത്തിയ ആ സമരം എന്ന് പറഞ്ഞ. ഇനിയും ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ചു കൊന്ന ദിവസം രക്തസാക്ഷി ദിനം, ആ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അന്ന് ഈ പറയുന്ന തൊഴിലുറപ്പ് ദിനമായി ആചരിക്കുന്നു എന്ന അടക്കമുള്ള പ്രസ്താവനകളിലേക്ക് അവർ പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള കാര്യമാണ് വസ്തുത. അപ്പം ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒരു നേട്ടമുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ നോക്കാം എന്തുകൊണ്ടാണ് ഇവർക്ക് ദേശീയ തലത്തിൽ ഇതിനൊരു ചലനം ഉണ്ടാക്കാൻ കഴിയാത്തത്. 18 MP-മാരാണ് കോൺഗ്രസിൻ്റെതായി ഇവിടെയുള്ളത്. അതിൽ ലീഗ് ഉൾപ്പെടെ UDFന്റെ MP-മാര് 18 പേരുണ്ട്. ഈ 18 പേർക്കും പാർലമെന്റിൽ എന്താ സ്ഥാനവും ഇല്ലേ? അവർക്ക് എന്തുകൊണ്ട് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഇവർക്കൊരു സമരം, അല്ലെങ്കിൽ പാർലമെന്റിൽ ഇതിനെ പ്രതിഷേധിക്കായിരുന്നു? എന്തുകൊണ്ടാണ്? പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? ആ സമയത്ത് അദ്ദേഹം ജർമ്മനി പോയി BMW കാറിന്റെ മേലെയും BMW ബൈക്കിന്റെ മേലെയും കയറുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലായിരുന്നു. പുള്ളി ലെഷർ അടിച്ച് നടക്കുകയായിരുന്നു. പുള്ളി എന്റർടൈൻമെന്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റിലേക്ക് പോവുക, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം പ്രധാനമന്ത്രിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, അദ്ദേഹത്തിനെ അവിടുത്തെ വനിതാ നേതാക്കന്മാരെ കണ്ണിറുക്കി കാണിക്കുക, ഇങ്ങനെ തുടങ്ങിയ ചില എന്റർടൈൻമെന്റുകളിലാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ശരിക്കും പറഞ്ഞ വിശ്വാസം. അല്ല, വേറൊന്നുമില്ല. ഇത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല. ഇവിടെ സമരം നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പാർലമെന്റിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് ഇടതുപക്ഷം ശക്തമായി ഇതിനെ എതിർത്തു. ഇത് മാത്രവുമല്ല, ഇങ്ങനെ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു നടപടിക്ക് പോയ സമയത്ത് കൃത്യമായി ഇടത് MP-മാർ, അതായത്
കേരളത്തിൽ നിന്ന് ആകെ 2 പേരേ ഉള്ളൂ. അത് രാജ്യസഭാ എം പിമാരുണ്ട്, കേരളത്തിലുള്ള ഇടത് എം പിമാരുണ്ട്, അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ എം പിമാരെല്ലാം കൂടെ ചേർന്ന് അന്ന് പാർലമെന്റിന്റെ പുറത്ത് സമരം നയിച്ചവരാണ്. അപ്പം ഇടത് എം പിമാർക്ക് അവിടെ സമരം നയിക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഇവിടുത്തെ എം പിമാരെന്താ ചെയ്തത്? കേരളത്തിൽ നിന്ന് പോയ UDF എം പിമാരെന്താ ചെയ്തത്? അത് ഭയങ്കര രസകരമായ ഒരു പരിപാടിയല്ലേ അവരവിടെ ചെയ്തത്. അവരവിടെ നിന്നുകൊണ്ട് പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന പാട്ട് പാടുകയാണ് ചെയ്ത്. അല്ലാതെ അവിടെ ഉണ്ടായത് എന്താണ്? അവിടെ നടത്തിയിരുന്ന ആ ബില്ല് ഏതായിരുന്നു? ആ ബില്ലിന്റെ പ്രാധാന്യം എന്താണ്? ഇതെല്ലാം ഇപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്. ഗാന്ധിജിയുടെ പേരെടുത്ത് മാറ്റിയതൊന്നും അവർക്ക് വിഷയമേ അല്ലായിരുന്നു. അവർക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ വിഷയമല്ലായിരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഇപ്പോഴാണ് ഈ ബോധോദയം ഉണ്ടാകുന്നത്. അയ്യോ, ഗാന്ധിജിയുടെ പേര് മാറ്റിയല്ലോ എന്ന് പറയുന്ന ഒരു തോന്നൽ ഇപ്പോഴാണ് ഈ UDF ഉണ്ടായത്, അല്ലെ KPCC ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അതാ ഞാൻ ചോദിച്ചേ, ഇപ്പൊ അത് ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതാണ് അതെന്തുകൊണ്ട് അവിടെ പറ്റിയില്ല? അത് പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആവുമ്പം ഇപ്പൊ CPM നിന്ന് മുഖവിലേക്ക് എടുക്കത്തില്ല. CPM നിന്ന് മുഖവിലേക്ക് എടുക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കാണിക്കുന്ന വെറും പ്രഹസനങ്ങളാണ് എന്നുള്ള കാര്യം ഇവർക്ക് CPM നന്നായിട്ട് അറിയാം. ഒരു പരിധി വരെ ജനങ്ങൾക്കും അറിയാം. ഒരു 50% വരുന്ന ആളുകൾക്ക് അറിയാം ഈ UDF നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം വെറും പ്രഹസനം എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നും, ഈ ലോക്ഭവന്റെ മുന്നിൽ ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ 6 ഏക്കറിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഈ കൊടി കെട്ടി ഇങ്ങനെ സമരം ചെയ്യുന്നതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾ, ഒരു നിഷ്പക്ഷമതികളായ ഒരു 50% വരുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് അവർ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ല. അവർ നരേന്ദ്രമോദിയെ പേടിയാണെന്നേ. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരുടെ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിക്ക് പോലും നരേന്ദ്രമോദിയെ പേടിയാ, അമിത്ഷായെ പേടിയാ, എന്നിട്ട് നിൽക്കത്തില്ല. ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന UDF കൺവീനർ ഗോൾവർക്കറിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അവിടെ പോയി വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഒരാളാണ് VD സതീശൻ. അപ്പം അത് മാത്രമല്ല, RSSന്റെ പിൻബലത്തോടു കൂടി തന്നെയാണ് പറവൂരിൽ 2 തവണയായി ഈ VD സതീശൻ വിജയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള വിവരം ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരും RSSന്റെ നേതാക്കന്മാരും പുറത്തുവിട്ടിട്ടുണ്ട്. അവരുമായി ചർച്ചകൾ പലതും നടത്തിയിട്ടുണ്ട്. തനിക്ക് വോട്ട് ചെയ്യണം എന്ന് RSSനോട് ഒരു ചർച്ച വെച്ച് അവരോട് അഭ്യർത്ഥിച്ച ഒരാളാണ് VD സതീശൻ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായിട്ടിരിക്കുന്ന ഒരാള്. അങ്ങനെ ഒരു സംഭവം കൂടി കേരളത്തിലുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായും RSS ഇല്ലാതെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർക്കുണ്ടെന്നേ. അതുകൊണ്ടല്ലേ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച വെക്കേണ്ട ആവശ്യം എന്താ? RSS എന്താണ്? സംഘപരിവാറാണ്. സംഘപരിവാറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും തുടക്കകാലം മുതൽ തന്നെയുള്ള സംഘപരിവാറിന്റെ സംഘടനയാണ്. നിരോധിക്കപ്പെട്ടിരുന്ന ഒരു സംഘടനയാണ്. പിന്നീടാണ് അത് നിരോധനമൊക്കെ നീക്കിയിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. ആ സംഘടന, ഈ പറയുന്ന ഗാന്ധിജിയെ കൊന്ന ഒരാൾ RSSകാരനാണ്, ഗോഡ്സെ എന്ന് പറയുന്ന ഒരാള് സംഘപരിവാറുകാരനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സംഘടനയായി സന്ധി ചെയ്യുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അപ്പം ചേട്ടൻ പറഞ്ഞു വരുന്നത്, അന്ന് പാർലമെന്റിൽ ഇവർ ഇതിനെതിരെ ഒരു അക്ഷരം പോലും ഇണ്ടാത്തത് മോദിയെ പേടിച്ചിട്ടാണ്. തന്നെയല്ല, ഒരു മൃദുഹിന്ദുത്വ സമീപനം കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പൊ തന്നെ അങ്ങനെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം മനസ്സിൽ അതുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ ബീഹാറിലുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊഴിച്ചിൽ. കൂട്ടത്തോടെ അല്ലേ ബീഹാറിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ NDAയുടെ ഭാഗമായി മാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എത്രയോ നേതാക്കൾ, ഇപ്പൊ അസമിലിരിക്കുന്ന മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ആരായിരുന്നു? കോൺഗ്രസ് നേതാവായിരുന്നു. പല നേതാക്കന്മാരും അങ്ങനെ കോൺഗ്രസ് വിട്ടിട്ട് BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. അവരിപ്പോ BJPയുടെ ഭാഗമാണ്. അസമിൽ മുഖ്യമന്ത്രിയായിട്ട് വരെ പുള്ളി അവരോധിക്കപ്പെട്ടു. അങ്ങനെ എത്ര നേതാക്കള് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. സ്വന്തം MP ക്ഷേത്രത്തിന്റെ നടയെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഞങ്ങൾ പാർട്ടി വിട്ടു പോകില്ല എന്ന് ശപഥം ചെയ്യിക്കേണ്ടി വന്ന ഒരു UP അധ്യക്ഷ ഉണ്ടായിരുന്നു ഇവിടെ രാജ്യത്ത്. ആ UP അധ്യക്ഷയുടെ പേര് സോണിയാഗാന്ധി എന്നായിരുന്നു. സ്വന്തം MP പാർട്ടി വിട്ടു പോകില്ല എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യിക്കുകയാണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ വിളക്ക് വെച്ചിട്ട്. ആ ഗതികേട് ഏതെങ്കിലും ഒരു ഉന്നത നേതാവിന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ഒരാളുണ്ട് KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ എന്തുകൊണ്ടാണ് അവിടെ സമരത്തിന് മുന്നിൽ നിൽക്കാഞ്ഞത്? ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യില്ല. ഇവിടെ കേരളം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ജനങ്ങളോട് ആത്മാർത്ഥതയുള്ളവരായിരുന്നു UDFും കോൺഗ്രസും എങ്കിൽ, ഇവിടെ സർക്കാർ സംഘടിപ്പിച്ച ആ സമരത്തിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സമരം സംഘടിപ്പിച്ച് ഏകദേശം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടതായ 1 ലക്ഷം കോടി രൂപയോളം വരുന്ന വിഹിതം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷം ഒപ്പം നിൽക്കണമായിരുന്നു. ജനങ്ങളോട് പ്രതിപത്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു കോൺഗ്രസ് എങ്കിൽ. ഈ ഒരു പദ്ധതി ഉണ്ടല്ലോ, അതായത് ഈ
ഇപ്പൊ മാറ്റിയ ബില്ല്, അതായത് തൊഴിലുറപ്പ് ബില്ല്, അതിനകത്ത് ഈ ഭേദഗതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും തമ്മിലുള്ള ഈ ഒരു ഭേദഗതിയെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഇവര് ശ്രദ്ധിക്കപ്പെട്ടില്ല. അതായത് പ്രതിവർഷം സംസ്ഥാന സർക്കാരിന് 40 കോടി അധിക ചെലവ് വരും. 40 കോടി രൂപയോളം അധിക ചെലവ് വരുന്ന ഒരു രീതിയാണ് ഇപ്പൊ 40,000 കോടി രൂപയും കണ്ടാണ് അധികപ്പറ്റി ചെലവ് വരുന്നത്. അത് സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് ആയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യാത്തത്? ഈ വിഷയം എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? പേര് മാറ്റിയത് മാത്രമല്ല വിഷയം. നാളെ UDF അധികാരത്തിൽ കയറുമ്പോഴും അവർക്കും ഉണ്ടാകുന്ന അധിക ചെലവാണ്. ഇപ്പം 64 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പൊ UDFന് അങ്ങനെ ആയിരുന്നു ചിന്തയെങ്കിൽ ഞങ്ങൾ നാളെ ഭരിക്കാൻ കയറും, അപ്പോഴും ഈ പറയുന്ന 1 ലക്ഷം കോടി രൂപ അവിടെ കിടക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട വിഹിതം അവിടെ കിടക്കുകയാണ്. ഇത് ഇവർക്ക് ബാധകമല്ലേ? സർക്കാരിന് ബാധകമല്ലേ? ഈ പറയുന്ന കേന്ദ്രത്തിന് എതിരായിട്ട് ഇങ്ങനെ ഒരു സമര പരിപാടി നയിച്ചുകൊണ്ട് അവിടെ നമുക്കറിയാം, ഡൽഹി പോലും ഇവിടെ മുഖ്യമന്ത്രിമാരുടെ സമരം വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാര് പോയിട്ട്. അപ്പൊ അതിനകത്ത് പോലും പങ്കാളിയായിട്ടില്ല. അപ്പൊ എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഇലക്ഷൻ ആയി കഴിയുമ്പോൾ അല്ലെ തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ഗിമിക്സുകൾ കാണിക്കും. അത് നിങ്ങൾ കണ്ട് ഞങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ രീതിയിൽ അവരോട് പറയാതെ പറയുകയാണ് ശരിക്കും ഇവിടുത്തെ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അവർ ചലനങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. രാഹുൽ ഗാന്ധി കൃത്യമായ അവസരം ഉണ്ടായിരുന്നു. ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ജർമ്മനി പോയിട്ട് അവിടുത്തെ BMW ഷോറൂമിൽ പോവുകയായിരുന്നില്ല രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്. അവിടെ കൃത്യമായി ഒരു പ്രതിപക്ഷ നേതാവ് എന്തായിരിക്കണമെന്ന് അവിടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത്. അത് പറ്റിയിട്ടില്ല, അത് നടക്കില്ല ഇനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് തോന്നുന്നു ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്നത്. ആ പ്രതിപക്ഷ നേതാവിന്റെ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരാളെയാണ് ഈ പിടിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്? അല്ല. നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് വേണ്ട വിഹിതം ലഭിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നൊരു MP ഉണ്ട്, ഈ പ്രിയങ്ക ഗാന്ധി. ഈ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണത്. ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം സഹോദരി വയനാട്ടിൽ നിന്ന് MP ആയിരുന്നിട്ട് പോലും എന്ത് കുന്തമാണ് നമ്മുടെ കേരളത്തിന് ലഭിക്കുന്നത്? കേരളത്തിന് ലഭിക്കുന്ന പോട്ടെ, വയനാടിന് എന്ത് കിട്ടുന്നുണ്ട്? വയനാടുകാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഇടപെട്ടുകൊണ്ട് കർണാടക സർക്കാർ കൊടുത്ത കാശിനെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പൊട്ടത്തരാണോ അവർ പറയുന്നത്? അത് കോൺഗ്രസിന്റെ കാശാണോ? കോൺഗ്രസ് AICCയുടെ കാശാണോ എടുത്ത് വിനിയോഗിച്ചത്? അല്ലെ രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്നുള്ള കാശ് കർണാടക സർക്കാരിന്റെ കൊടുത്തിട്ട് നിങ്ങൾ അത് കൊണ്ട് കൊടുക്കൂ എന്ന് പറയും മീഡിയേറ്റർ ആയിരുന്നു കർണാടക സർക്കാർ? അല്ലല്ലോ. അപ്പൊ അവർക്കൊണ്ട് അവരുടെ ആ ഒരു കാര്യത്തെ അവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ കർത്തവ്യം ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇവർ ഏറ്റെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായ ഒരു ഉത്തരം അതിനകത്തുള്ളത്. ഇവർക്ക് ലക്ഷ്യം എന്തുമാത്രമാണ്? ഈ മൃദു ഹിന്ദുത്വ സമീപനം. ഈ പറയുന്ന BJP ഒരിടത്തും പിണക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏകദേശം ചരമക്കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് എന്ന് ദേശീയ തലത്തിൽ ഇവർക്കറിയാം. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഇപ്പൊ കർണാടകയിലും കേരളത്തിലും മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പേരിനെങ്കിലും ഉള്ളത്. കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ വേറെ എങ്ങും ഈ കോൺഗ്രസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ 2 വർഷമായിട്ട് ഭരണമില്ലായിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 2 ടേമായിട്ട്. ഇനി 3-ാം ടൈമോടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി കോൺഗ്രസ് പാർട്ടി എന്നും പറഞ്ഞിട്ട് കതറിട്ട് നടക്കാൻ ഒരുത്തിനും കഴിയില്ല. അതിനുള്ള യോഗ്യത ഇല്ലാതായി പോവും. തന്നെയുമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്ന പോലെ തന്നെ ഇപ്പൊ ബീഹാറിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് കൂട്ടക്കൊഴിച്ചിലുണ്ടാവുന്നു, BJPയിലേക്ക് ആൾക്കാർ അംഗത്വം എടുക്കുന്നു. ഈ കോൺഗ്രസിൽ ഇപ്പൊ നിലനിൽക്കുന്ന പലരും ഇനി നാളെ BJPയുടെ മാരാർജി ഭവനിലായിരിക്കും തലവെക്കുന്നത്. ഇന്ദിരാഭവനിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇന്ദിരാഭവനും മാരാർജി ഭവനും തമ്മിലുള്ള വ്യത്യാസം. മാരാർജി ആയെന്നുണ്ട് എന്തോ കുഴപ്പം? രണ്ടിന്റെ ഒടുവിൽ ഭവനുണ്ട്. ഇനിയിപ്പം ഇന്ദിര മാറി മാരാർജി ആവുന്നു. അപ്പൊ അതിലെന്താ തെറ്റ്? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ചിന്തിച്ചു തുടങ്ങും, കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിച്ചു തുടങ്ങും. ഇതിനാ നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ഏറെക്കുറെ മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പലരും കതറിട്ട BJPക്കാരായി മാറിക്കഴിഞ്ഞു. കതറിട്ട BJP അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ നിലയിലേക്ക് പലരും തിരുവനന്തപുരത്ത് മാറിക്കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള പ്രവർത്തകരുടെ മാറും. അങ്ങനെ വന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അപ്രസക്തമാകുകയും ചെയ്യും. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഏകദേശം 31 അല്ലെങ്കിൽ 36 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് BJPയുടെ വരികയും ചെയ്യും. അതോടുകൂടി കോൺഗ്രസ് തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പൊ അതിന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ഇനി കേന്ദ്രത്തിൽ ഇനിയും ഒരു നീക്കവും നടക്കാൻ പോകുന്നില്ല. അതായത് ഈ KC വേണുഗോപാലിനും അറിയാം,
മുൻനിരയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളെ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണം കോൺഗ്രസിന് കൈയാളാം എന്ന് പറയുന്നത് വെറും വിദൂരതയിൽ പോലും ഇല്ലാത്ത ഒരു സ്വപ്നം മാത്രമാണ് എന്നുള്ള കാര്യം രാജ്യത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. അത് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ ഒരു നേതാവാണ് ഒരുപക്ഷെ ശശി തരൂര്. ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാകില്ല എന്നുള്ള വിവരം കൃത്യമായി അറിയാം. വലിയ കൊട്ടിഘോഷിച്ചു തുടങ്ങി ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി ഇന്ന് നാമാവശേഷമായി പോയി. ഇന്ത്യ മുന്നണി ഇന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ ചരമം കഴിഞ്ഞു, അതിന്റെ മരണവും കഴിഞ്ഞ് 16 അടിയന്തരവും കഴിഞ്ഞു അതിന്റെ. അപ്പൊ അങ്ങനെ ഒരു മുന്നണി ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കാര്യം BSP അടക്കമുള്ള, മായാവതി അടക്കമുള്ള പല നേതാക്കന്മാരും അതിൽ നിന്ന് പിൻവലിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് വരെ പിന്മാറി കഴിഞ്ഞു. ഇനി അതുകൊണ്ട് പ്രയോജനം ഇല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ എന്തിന് ഈ പറയുന്ന ചത്ത പശുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം ഒരുക്കുന്നത്? അപ്പം ഇങ്ങനെ അത് അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോ കേരളത്തിൽ മാത്രമാണ് എല്ലാവരുടെയും നോട്ടം. ഇനി നാളെ ഒരു സമയത്ത് ഇനി ഈ പറയുന്ന സാക്ഷാൽ രാഹുൽ ഗാന്ധി ഏതെങ്കിലും മണ്ഡലത്തിൽ വന്ന് മത്സരിക്കും. കേരളത്തില് 150 നിയോജക മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി നാളെ മത്സരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാര്യം ഇനി രാഹുൽ ഗാന്ധിക്ക് അതൊക്കെ ഉള്ളു ഗതി, കേരളം ഉള്ളു വഴി, അല്ലാതെ വേറൊന്നും ഇല്ല. കർണാടക പോലും ഇനിയിപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താവും എന്നുള്ള കാര്യം സംശയമാണ്. കാര്യം സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലടി കാരണം. അപ്പൊ ഇത് ഇനിയിപ്പം പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരും. പ്രിയങ്ക ഗാന്ധി ഇനി ഒരുപക്ഷെ ഇനിയും വിദൂര ഭാവിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും രാഹുൽ ഗാന്ധി നമ്മുടെ മുഖ്യമന്ത്രി ആവുന്ന ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോകും. കടുത്തുപോയി. DK ശിവകുമാർ മിക്കവാറും ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും. ഈ നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ KCB അങ്ങനെ നിലയിലേക്ക് പോകുന്നേ. കാര്യം അവർക്ക് വേറെ രക്ഷയൊന്നുമില്ല. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസക്തി ഒന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി. ഈ പറയുന്ന അവിടെ ഇനിയിപ്പം എല്ലാവരും പോരും. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തമ ഉദാഹരണം അല്ലേ ഒരിക്കലും ജയിക്കാതിരുന്ന രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് വയനാട്ടിൽ ജയിച്ചു പോയത്. ഒരിക്കലും നടക്കാതിരുന്ന കാര്യമല്ലേ? ഇനി അത് നടക്കാനും പോകുന്നില്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി. കലണ്ടർ അടിക്കാൻ വേണ്ടി എന്തിനാ അവർക്ക് ഏതെങ്കിലും പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കലണ്ടർ അടിച്ച് കിട്ടത്തില്ലേ? കലണ്ടർ കൊടുക്കാൻ വേണ്ടി എന്തിനാ അവർക്കൊരു MP? അപ്പൊ അതിന്റെ ആവശ്യമില്ലെന്ന് വയനാടുകാർ തിരിച്ചറിയും. ഇതോടുകൂടി കേരളത്തില് കോൺഗ്രസിന്റെ ഒരു ചരമവും കഴിയും. സഞ്ജയനും 16 അടിയന്തരം എല്ലാം കൂടെ മിക്കവാറും ഇവിടെ തന്നെ കഴിയുന്ന ലക്ഷണമൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പൊ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു നടപടി എന്ന് മാത്രം.